ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ധൈര്യം കൊണ്ട് മാത്രം നമ്മളിവിടെ പിടിച്ചേക്കുന്നത്. ആ, അല്ലാത്തവർ വല്ല അറ്റാക്കെല്ലാം വന്ന് ചത്തുപോകും. ഇവിടെ നിന്നിട്ട് പിന്നെ പ്ലാവ് കുലുക്കിയത് ഒരു 20 മിനിറ്റിന് ശേഷമാണ് പ്ലാവ് കുലുക്കുന്നത്. അതുവരെ ഞാനും ആനയും ഒരേ നോട്ടം. ഞാനിതാ പട്ടയം പിടിച്ചതാ ഇവിടെ വെക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയില്ല, ഇങ്ങനെ വെക്കുന്നു, ഇടക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോണങ്ങ് തെറിച്ചു പോയി. ഞാനിവിടെ നിൽക്കാം, എന്ത് ധൈര്യത്തിൽ അങ്ങനെ നിന്ന് ഇവിടെ എന്താണെന്നറിയില്ല. ഇത് എന്തോ ദൈവത്തിൻ്റെ ഗുണം. അല്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതെ വരും. അത് മാത്രമല്ല, വരും വർഷം ഞങ്ങൾക്ക് സ്കൂട്ടിയിൽ നോക്കണം, ഈ പട്ടീനെ പിടിച്ചു ഒതുക്കണം, പിന്നെ ഫോണും തെറിച്ചു പോയി. ഞാനായിരുന്നു ഇറങ്ങി വന്ന് ഇടത്തുമ്പോഴാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒറ്റത്തരം നിൽപ്പാ അടാ. ഇതിനെ സാധനം അകരം ഞാൻ പറഞ്ഞാൽ ഞാൻ ഹൈറ്റ് ഉണ്ട് ഞാനേക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഇതിലെ കൂടെ കയറാത്തതുകൊണ്ട് അത് അപ്പുറത്തെ കൂടെ വന്നേ. ഇതിലിങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വന്നത്. ഇത് 7 മണിക്ക് പോലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി 7 മണിക്ക് സമയത്ത് തന്നെ റോഡിൽ ആന ഉണ്ടാവും, അല്ലെങ്കിൽ തോട്ടത്തിൽ ആന ഉണ്ടാവും. തൊട്ടടുത്തില്ല അനിയത്തിൻ്റെ ഭർത്താവ് ഈ പിന്നെ മരം മുറിക്കുന്ന മെഷീൻ സ്റ്റാർട്ടാക്കി. ആ സ്റ്റാർട്ടാക്കി ഇങ്ങോട്ട് വന്ന് അതും ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ആന വേറെ ഉണ്ടോന്ന് അറിയില്ലല്ലോ. രാത്രി നടന്നു വന്നു. അതായിരുന്നു ആ വീട്ടിൽ നിന്ന് ഓണാക്കിയിട്ട് വന്ന് ഏകദേശം വീട് എത്തുമ്പോഴാണ് ഇവനിടുന്ന് അനങ്ങിയത്. അനങ്ങി പിന്നെ അവിടെ നിന്നില്ല, ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ വന്ന പോലെ തന്നെ മേലോട്ട് തിരിച്ചു പോയി. മറ്റേ അറക്കവാളല്ലേ? അറക്കവാള്. നമസ്കാരം. ഞാനിന്നുള്ളത് ആർളം ഫാമിലെ 9ാം ബ്ലോക്കിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം, അതായത് ഒരു 3-4 ദിവസം മുന്നെയാണ് ഒരാളെ കാട്ടാന ഓടിച്ച് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ കുറേ അധികം നേരം ഈ കാട്ടാന അദ്ദേഹത്തെ പിന്തുടർന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കുറേ നേരം നിന്നു എന്നുള്ളൊരു ഭീകര അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം വളരെ പേടിച്ച് നാട്ടുകാരെയൊക്കെ വിളിച്ച് കൂട്ടുകയായിരുന്നു. അപ്പോൾ അതെന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മളിന്ന് നേരിട്ട് കാണാനായിട്ട് പോവുകയാണ്. ആർളം ഫാമിൻ്റെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. എന്ന് പറയുന്ന പോലെ ഇവിടെ ഓരോ തരത്തിലും കാട്ടാനയുടെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. വലിയ ദുരിതത്തിൽ തന്നെയാണ് ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. നമ്മൾ തന്നെ നിരവധി എപ്പിസോഡുകൾ ആർളത്തിലെ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശമാണുള്ളത്. നമ്മളിപ്പോൾ ഇനി ആ ഒരു ഇവിടുത്തെ ഒരു താമസക്കാരനുണ്ട്, അദ്ദേഹത്തെ നമ്മൾ നേരിട്ട് കാണാനായിട്ട് പോകണം. അപ്പോൾ അദ്ദേഹം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? പേര് ഭാസ്കരൻ. എന്താ ചേട്ടാ കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ചത്? ഈ പിന്നെ സ്ഥലത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. അറിയാം. വന്യമൃഗ ശല്യം അതിരൂക്ഷമുള്ള മേഖലയാണല്ലോ. അപ്പം ഞാൻ നാട്ടിലായിരുന്നു, നടുവിൽ. ഞാൻ ജനിച്ചുള്ളത് നടുവിലാണ്. അപ്പോൾ നടുവിൽ നിന്ന് വൈകുന്നേരം വന്ന് ഞാൻ മാത്രമല്ല, ഭാര്യയില്ല, ഞാൻ സ്വന്തം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 12 മണിയാകുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു മകള് വിളിക്കുന്നിങ്ങനെ ആനയുണ്ട് ശ്രദ്ധിക്കണമെന്ന്. രാത്രി 12 മണിക്ക് 11:50 തൊട്ടടുത്തുള്ള ആൾ വിളിക്കുന്നു. അപ്പം തന്നെ ഫോണെടുത്ത് ഫോണെടുത്ത് പിന്നെ ഇത് കേട്ടോണ്ടൊക്കെ തന്നെ പിന്നെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വളർത്തു നായ ഉണ്ടായിരുന്നു അവിടെ കിടക്കുന്നത് ഡെസ്കിന് മേലെ. നായും ചാടി ഇറങ്ങി നോക്കുമ്പോൾ ആന മുറ്റത്തെത്തി. ഉടനെ തന്നെ പിന്നെ ആനനെ നമ്മൾ ആനനെ എങ്ങനെ പിന്നെ ആനപ്പാപ്പാൻ പറയുന്ന അതേമാതിരി ഞാൻ കുറേ പറഞ്ഞു. വിട്ടോടെ തന്നെ പിന്നെ ധൈര്യമുണ്ട്, മനസ്സിന് ഒരു പേടിയില്ലായിരുന്നു. പിന്നെ തൊട്ട് മുന്നിൽ തന്നെ സ്കൂട്ടി, പട്ടി ചാടി ആനനെ കൊണ്ട് ഇങ്ങനെ ചാടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ പട്ടിനെ എങ്ങനെ പിടിച്ച് ഞാൻ കുറച്ച് അപ്പുറത്തോട്ട് മാറി. ഞാൻ ആനയായിട്ട് ഒരു 25-50 മീറ്റർ ഇപ്പോൾ വന്നാൽ കാണാം. അത് ഒരു 50 മീറ്റർ കൂടി പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ഭീകരാവസ്ഥയാണ് ഈ മേഖലയിൽ താമസിക്കുന്നത്. ഒന്ന് പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ കോടികൾ മുഴക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ ഫാം മേഖലയിൽ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നാട്ടിൻപുറത്ത് നമ്മൾ ജീവിച്ച് വന്നതല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ പിന്നെ വളരെ പരിതാപകരം തന്നെയാണ് കാര്യങ്ങൾ. ചേട്ടനൊക്കെ എത്ര വർഷം ഇവിടെ താമസിക്കുന്നത്? ഞാനിവിടെ ഒരു 19-20 വർഷത്തിനടുത്തായി. 20 വർഷമായി. ഞാൻ പിന്നെ സ്ഥലം കിട്ടുന്നതിന് മുമ്പ് 2 വർഷം മുമ്പ് ഞങ്ങളിങ്ങനെ പിന്നെ വന്നതാ. സ്ഥലം കിട്ടുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ കുറച്ച് ടീം വന്നതാ. ഇവരെല്ലാം അതിൽപ്പെട്ടതാ. അപ്പോൾ അങ്ങനെ ജീവിതം വല്ലാത്തൊരവസ്ഥ തന്നെ. ഇപ്പോൾ നേരം വെളുത്താൽ അറിയാം നമ്മൾ പിന്നെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത്. നേരം വെളുത്താലേ പറയാൻ പറ്റും. അതും പിന്നെ ആദ്യം ഇങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ ആനശല്യം ഇല്ല. തീർത്ത് ശല്യമില്ല. അത്യാവശ്യം പന്നീൻ്റെ ശല്യം ഇങ്ങനെ ഉണ്ട്. കണ്ടിട്ടാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? എങ്ങനെ ഇല്ലാന്ന് അറിഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്? അതെ. അത് മാത്രമല്ല, സർക്കാർ അതിൻ്റെ നടപടിയും സ്വീകരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ജീവിക്കാമല്ലോ. 1 ഏക്കർ ഭൂമി എന്നുള്ളത് നമുക്കിപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത കാര്യമല്ലേ. 1 ഏക്കർ ഭൂമിയും തന്നു വീടും. വീടും തരുമ്പോൾ
അപ്പം അങ്ങനെ അതിന് മാത്രം അതിന് മുമ്പ് ഈ ഫാമിൽ ശരിക്കും എവിടുന്നാ ശരിക്കും വന്നേ? ആനയാ? അല്ല ചേട്ടൻ ഞാൻ നടുവിൽ അവിടെ നിന്ന് അങ്ങോട്ട് വന്നത്? നടുവിൽ 15-ാം വാർഡിൽ. പിന്നെ ഇവിടുന്ന് പിന്നെ വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടല്ലേ ആൾക്കാർ? ഓ, വിവിധ വയനാട് താമസക്കാരുണ്ട്. കോഴിക്കോടിൻ്റെ ആ ഉരുൾപൊട്ടിയ മേഖല ഉണ്ടല്ലോ, കുറ്റ്യാടിക്കപ്പുറേ, പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ പല സ്ഥലങ്ങളാണ്. പ്രധാനമായിട്ട് വയനാട് കോഴിക്കോടിൻ്റെ സൈഡിൽ നിന്നുണ്ട്, കാസർഗോഡിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, പിന്നെ നമ്മളെ കണ്ണൂർ. അപ്പോൾ ഇതെൻ്റെ സ്ഥലമാണ്, എൻ്റെ സ്ഥലത്തിൻ്റെ അതിര് കൊടുക്കുന്നത്. ഇവിടുന്ന സ്ഥലം ഇവിടെ ആന വന്നല്ലേ? ആന വന്നത് ഇവിടെ വീട്ടുമുറ്റത്ത് തന്നെ. അപ്പോൾ 180 റബ്ബർ വെച്ചതാ. ഇപ്പോൾ ഒരു 45 റബ്ബർ ബാക്കിയുള്ളത് വെട്ടാൻ. ബാക്കിയൊക്കെ കളഞ്ഞു? ബാക്കി മുഴുവൻ ആന പൊട്ടിച്ച്. ഇതൊക്കെ ആന കയറി പോയ പിന്നെ ഇതാണ് ഇപ്പോൾ പിന്നെ ഇതിലെ കയറിയത്. ഇതിലെ കയറിയാൽ അത് പുതിയ വീട് എടുത്തതാ, അത് കോൺക്രീറ്റ് ചെയ്തിട്ടതാ ആ വീട്. അതിലേ കൂടെ കയറിയിട്ടാണ് അങ്ങോട്ട് പോയത്. ഇതിലെങ്ങോട്ട് ഇറങ്ങി വന്നേ? ആന ഇതിലേ ഇറങ്ങി വന്ന് ഇടുന്ന് ആനൻ്റെ പിന്നെ പുറം തട്ടിന്ന് തോന്നും. ആന ഇതിലെ കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്ന് ഇതായി ചവിട്ടടാ. ആന ഇട നിൽക്കുന്നു. ഇവിടെ വന്നല്ലേ? ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്ക് ആ സ്കൂട്ടി കുറച്ച് ഇങ്ങോട്ടുണ്ടായിരുന്നു. ശരാശരി സ്കൂട്ടി കൂടെ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ രാത്രി എടുത്ത് വെച്ച മതി, ഞാൻ പിന്നെ എടുത്ത് വെച്ചില്ല. ഇവിടെ നിന്ന് വീണ്ടും കാണാൻ ചക്ക പിലാകുന്നല്ലേ. അപ്പം ചക്കയായിരുന്നു ലക്ഷ്യം. അപ്പോൾ പിന്നെ പുതിയ വീട്ടിലുണ്ട് ഞാനൊന്നും വൃത്തിയായി അങ്ങനെ ഇട്ട് ഇത് ശരിക്കും ഞാൻ ഇവിടെ ഇപ്പോൾ 2 വർഷം ഇപ്പോൾ വള്ളിത്തോട് റബ്ബർ വാട്ടർ എടുത്തിട്ടാണ് താമസിക്കുന്നത്. ഇവിടെ താമസിക്കുന്നില്ല, ഇവിടുത്തെ റബ്ബർ പോലും വെട്ടാൻ പറ്റുന്നില്ല. ഭയങ്കര ഇതാ. അതുകൊണ്ട് അവിടെ ഇപ്പം പേടിക്കണ്ടല്ലോ. എല്ലാ ദിവസവും ഉണ്ട്. ഇന്നലെ ഒരു കുറച്ച് ദിവസം ഇല്ലാന്നല്ലേ ഈ വഴി അല്ലെങ്കിൽ അതിലെ കൂടെ ഒരു ദിവസം നേരെ അന്ന് ഞാൻ വലിയ ഭാര്യ മാത്രമേ ഉള്ളൂ. ആന നേരെ മുറ്റത്തെ കൂടെ വന്നു. ഇതാ എന്താ ഈ ചവിട്ട ആൻ്റെ ചവിട്ടാ അന്ന് ഇറങ്ങി വന്നത്. ഇതെല്ലാം ആന ചവിട്ടി ഇറങ്ങിയതാ. ഇതൊന്നും ഉണ്ടാ അതിൽ തന്നെ വന്ന് പട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒതുങ്ങി ഇങ്ങോട്ട് വന്ന് അന്ന് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ചില ദിവസം ഇവിടെ വന്ന് പിന്നെ ചക്കൻ്റെ ഇതുകൊണ്ട് ഇവിടെ വന്ന് പാത്രത്തിൽ വെള്ളം വലിച്ചു വെച്ചാൽ അത് കുടിച്ചിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീടിൻ്റെ ഒന്നും പണിയാറില്ല. ഇതിൽ പൊട്ടിപ്പൊളിഞ്ഞെല്ലാം എല്ലാം. അപ്പുറത്തെ പുതിയ വീടാ? അത് പുതിയ വീടാ. ചേട്ടൻ വെക്കുന്ന അങ്ങനെ വെച്ചതാ. ഇത് സർക്കാർ വെച്ചത്? ഇത് സർക്കാർ വെച്ചത്. അത് സർക്കാർ തന്നെ. ഞങ്ങൾ തന്നെ ഇത് ആ നിർമ്മിതി ഒരു 10-15 വർഷത്തിന് മേലെയായി എടുത്തിട്ട്. അതാണ് അതിൻ്റെ മേലെ പട്ടി കിടന്നിട്ടുണ്ടായത്. പട്ടി കിടന്ന ആ ഡെസ്കിൻ്റെ മേലെയാ. ഞാനായിരുന്നു ഇറങ്ങി വന്ന് ഇടെത്തുമ്പോഴാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒറ്റത്തരം നിപ്പാ. ഇതിനെ സാധനം അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഞാൻ നല്ല പോയിട്ടുണ്ട്. നല്ല ഇതിലെ കൂടെ കയറാത്തതുകൊണ്ട് അത് അപ്പുറത്തെ കൂടെ വന്നേ. ഇതിലേക്കൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലും കൂടെ ഇങ്ങോട്ട് വന്നത്. മരത്തിന്റെ കമ്പില്ലേ, അത് പുറത്തുനിന്ന് തട്ടുന്നതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങോട്ട് വന്നത്. ഏകദേശം പിന്നെ 22 തെങ്ങ് വെച്ചതാ. ഒരു തെങ്ങ ബാക്കിയുള്ളത്. 22 തെങ്ങ് വെച്ചിട്ട് ഒരു തെങ്ങ ഇപ്പം ബാക്കിയുള്ളത്. ഇതും വന്ന് ആന പ്രാവശ്യം വന്ന് പിടിച്ചായിരുന്നു. മുട്ട് കുത്തി എന്നിട്ട് മേലോട്ട് പിടിച്ചിട്ടാ താഴെ മുട്ട് കുത്തിയാണ് അത്. എങ്ങനെ എത്താതുകൊണ്ട് ഈ ഒരു തെങ്ങേ ബാക്കിയുള്ളൂ. ഏകദേശം ഒരു 100 ചില്ലറ കവുങ്ങ് വെച്ചാൽ നാടൻ കവുങ്ങ്. ഇപ്പൊ ഒരു 10-15 പിന്നെ കവുങ്ങ് ബാക്കിയുള്ളത്. കായ് പിടിച്ച കവുങ്ങ് എല്ലാം അടിച്ച് തകർത്ത്. അത് ഈ ഭാഗത്തോടെ ലാസ്റ്റ് ഇറങ്ങി വന്ന് അല്ല ആന അവിടെ നിന്ന് അതിൽ നിന്ന് അവിടെ നിന്ന് ഇപ്പൊ ഇതാ നമ്മൾ ഈ വന്ന ആ സ്ഥലത്ത് ഇവിടെ നിന്നിട്ട് പിന്നെ പ്ലാവ് കുലുക്കിയത്. ഒരു 20 മിനിറ്റിന് ശേഷമാണ് പ്ലാവ് കുലുക്കിയത്. അതുവരെ ഞാനും ആനയും ഒരേ നോട്ടം. ഞാനിതാ പട്ടയം പിടിച്ചതാ ഇവിടെ വെക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയില്ല, ഇങ്ങനെ വെക്കുന്നു ഇവിടെ വെക്കുന്നു. അപ്പോൾ എൻ്റെ ഫോണങ്ങ് തെറിച്ചു പോയി. ഞാനെടുക്കുക എന്ത് ധൈര്യത്തിൽ അങ്ങനെ നിന്ന് ഇവിടെ എന്താണെന്നറിയില്ല. ഇത് എന്തോ ദൈവത്തിന്റെ ഗുണം. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതേ വരും. അത് മാത്രമല്ല വരും വർഷം എനിക്ക് സ്കൂട്ടിയിൽ നോക്കണം, ഈ പട്ടീനെ പിടിച്ചു ഒതുക്കണം, പിന്നെ ഫോണും തെറിച്ചു പോയി. അപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ പിന്നെ ഞാൻ ഈ ഗ്രൂപ്പിൽ അവിടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, DF അടക്കല ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിലിടുന്നത്. അവരെന്ന് മറുപടി ശരിക്കും അവർക്ക് ഒരു ധൈര്യം തരണമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനിവിടെ എത്തിയതെന്ന് പറയണം. അവർ വാക്കൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങൾ തൊട്ടപ്പുറം വേറൊരു ആന തപ്പുക എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ആന പോയതിന് ശേഷമാണ് ഇത് വന്നത്. ഇത് കൊമ്പനല്ല, മോഴയാന്ന്. പിന്നെ പിറ്റേ ദിവസം ഞാൻ അറിഞ്ഞത് പിന്നെ 4 ആനയുണ്ട് പ്രശ്നക്കാരെന്ന് പറഞ്ഞു. ആരുടെ ഫാമിൽ 4 ആന. അതിനെ പിടിച്ചുകൊണ്ട് പോകാൻ ആരും ഒരു സമരമൊന്നും ചെയ്യുന്നില്ല. അവർ പണ്ട് ശിവൻ എന്ന് പറഞ്ഞൊരു ആനയോട് പിടിച്ചുകൊണ്ടായിരുന്നല്ലോ, ഒരു പിന്നെ ചുള്ളിക്കൊമ്പനെ. അതേപോലെ 4 അതിൽ ഒന്നാണ് ഇത് മോഴ. അത് പിന്നീട് ഞാൻ അറിയുന്നത്.
ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് ഇവരെന്നിട്ട് വന്നിട്ട് പറഞ്ഞാൽ ചെറിയ ആനയാന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ വലിയ അല്ല ചേട്ടൻ ഇവിടെ നോക്കുമ്പോൾ എങ്ങനെ ടോർച്ച് അടിച്ച് നോക്കിയില്ല? അല്ലെ അപ്പുറം ലൈറ്റ് ഉണ്ട്, ഈ ലൈറ്റ് ഉണ്ട്, ഇതും ലൈറ്റ് കത്തുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരുട്ട് പോലെ ഇങ്ങനെ ഇരുട്ട് നല്ല ചുവന്ന് മണ്ണ് മൊത്തം മാറി കുളിച്ചിട്ട് ചുവപ്പ് കണ്ണെല്ലാം ശരിക്കും. ഞാൻ ആദ്യം ഇവനെ ആ ചാമ്പകിൻ്റെ ഇല കുറച്ച് ഇട്ട് നിന്നു വായിക്കാത്തിട്ട്, അത് ചവക്കുമ്പോൾ ഇങ്ങനെ ചുണ്ട് തൂങ്ങുന്നില്ല ആനന്റെ. ഞാൻ വിചാരിച്ച കൊമ്പനാന്ന്. അത്രയ്ക്ക് അടുത്ത ഞാൻ കാണുന്നത്, അത്രയും വ്യക്തമായിട്ട് ഞാൻ കാണുന്നുണ്ട് ആനേനെ. എന്നിട്ട് പിന്നെ അപ്പോൾ ഞാനിങ്ങനെ ലാസ്റ്റ് പിന്നെ പട്ടി കൂട്ടിലിടാന്നുള്ള ഇതിൽ ഇങ്ങോട്ട് വരുമ്പോൾ ആന ചെറുതായിട്ടൊന്ന് ഇറങ്ങി, അനങ്ങി. അപ്പോൾ എനിക്കൊന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ എന്നിട്ട് അപ്പോൾ മറ്റേ ചെരുപ്പായിട്ടത് കെട്ടിലേരുപ്പ്. എന്നിട്ട് ഓടാൻ പറ്റൂല. ഓടിയാൽ എൻ്റെ വണ്ടി തകർക്കും. ഈ പട്ടിന് പിന്നെ എന്താ ചെയ്യുക, പട്ടിനെ കൊണ്ട് ഓടാൻ വേണ്ടി പറ്റില്ല. പട്ടി എന്തായാലും തിരിഞ്ഞു ഓടൂല. പട്ടി ആനനെ അങ്ങോട്ടാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പട്ടി ഭയങ്കര ധൈര്യം, ഭയങ്കര ധൈര്യ. സാധാരണ പട്ടി മിണ്ടായിരിക്കല്ലോ പറയുന്നത്. ഇത് നല്ല ഇതിങ്ങനെ ചാടി പോവുക. അങ്ങനെ എൻ്റെ കൈക്ക് 3-4 കടിയെല്ലാം കടിച്ചത്. 3-4 കടി കടിച്ചു. പക്ഷേ ഇവനങ്ങനെ വേദനിപ്പിക്കാത്ത കടിച്ച് ശീലമുള്ളതുകൊണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇത്. രാത്രി അപ്പോൾ ചേട്ടൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ? ഞാൻ മാത്രം, ഭാര്യയില്ല. എന്നെ ഫോൺ വിളിക്കാൻ പോലും ഒരു അവസരമില്ല. ലോക്ക് പിന്നെ തുറക്കണ്ടേ ഫോൺ നോക്കണമെങ്കിൽ. പക്ഷെ ഈ പട്ടിയെ കൈ പിടിച്ചിട്ടില്ലേ, എനിക്ക് ആനെ ശ്രദ്ധിക്കണ്ടേ. എല്ലാം കൂടെ ഒരു വല്ലാത്തൊരു ഭീകര. അവസാനം ആന എങ്ങനെ പോയേ? ആന അവസാനം പോയത് തൊട്ടടുത്തുള്ള അവർ എന്നെ ഫോൺ വിളിച്ച വീട്ടിൽ നിന്ന് 2 ബോംബ് പിടിച്ചിട്ട് ആനാണെങ്കില്ല. വെറുതെ ഇങ്ങനെ തലയാട്ടി ചെവി കൊണ്ട് കാട്ടിയിരുന്നു. പക്ഷെ എന്നെ തന്നെ നോക്കുന്നുണ്ട്. ആന വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ആന എന്നെ നോക്കുന്നു, ഞാൻ അങ്ങോട്ട് നോക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട്, പോകാനെ പിന്നെ എന്താനെ പറഞ്ഞ മനസ്സിലാകുന്നില്ല. ഞാൻ ശരിക്കും ആനക്കാരൻ പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആന ഇങ്ങോട്ട് നീങ്ങുന്നില്ല. പിന്നെ ഒരു 10-20 മിനിറ്റെല്ലാം കഴിഞ്ഞ് പിന്നെയാണ് നമ്മളെ തൊട്ടടുത്തില്ല അനിയത്തിൻ്റെ ഭർത്താവ് ഈ പിന്നെ മരം മുറിക്കുന്ന മെഷീൻ സ്റ്റാർട്ടാക്കി. ആ സ്റ്റാർട്ടാക്കി ഇങ്ങോട്ട് വന്ന് അതും ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ആന വേറെ ഉണ്ടോന്ന് അറിയില്ലല്ലോ. ഏകദേശം താഴെ ആടെത്തുമ്പോഴാണ് പിന്നെ രാത്രി നടന്നു വന്ന് അതാടുന്ന് ആ വീട്ടിൽ നിന്ന് ഓണാക്കിയിട്ട് വന്ന് ഏകദേശം വീട് എത്തുമ്പോഴാണ് ഇവനിടുന്ന് അനങ്ങിയത്. അനങ്ങി പിന്നെ അവിടെ നിന്നില്ല. ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ വന്ന പോലെ തന്നെ മേലോട്ട് തിരിച്ചു പോയി. മറ്റേ അറക്കവാള് അതിന്റെ ഒച്ചയായിട്ട് പോയി. അപ്പം മെഷീൻ എൻ്റെ വീടിനകത്തുണ്ട്, ബൈക്ക് മെഷീൻ ഉണ്ട്. പക്ഷെ അതെനിക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റണ്ടേ, ഇതിലല്ലേ കയറി പോകേണ്ടത്. ഒരു രേഷങ്ങൾ കണ്ടല്ലോ, 2 ചവിട്ടി കൊണ്ട് വന്നാൽ ഈ സ്കൂട്ടി പുറകിൽ അങ്ങ് കുറച്ചങ്ങോട്ട് ഉണ്ടായിരുന്നു. ഈ വാതിക്കലല്ല, ആന അവിടെ നിൽക്കുന്നു. അതിനെ ഈ ഇതിന് സ്റ്റെപ്പിനെ കൊണ്ട് കയറാൻ പോലും ധൈര്യം തോന്നൂല. ആ സമയത്ത് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നേ. ഇങ്ങോട്ടെങ്ങാനും ആ സമയത്ത് വന്നാൽ പെട്ടുപോയാനല്ലേ? പക്ഷേ പിന്നെ എന്താ എനിക്ക് പിന്നെ മാനസികമായിട്ട് ഒരു പേടി ഉണ്ടായില്ല. ആന എങ്ങനെ വന്നാലും ഞാൻ മാറി നിൽക്കുന്നതല്ലാതെ ഞാൻ ഓടൂല. ആ ഒരു എന്നിട്ട് പുള്ളി വന്ന് കഴിഞ്ഞപ്പോൾ ആന തിരിച്ച് കയറി പോയില്ല. അവർ പോയതിന് ശേഷമാണ് വനംവകുപ്പിൻ്റെ ആൾക്കാർ. പിന്നെ അതുപോലെ ഇപ്പം ആന ഇപ്പം ഇറങ്ങി വന്ന ഈ വഴിയുണ്ടല്ലോ, അതായത് ഈ റബ്ബർ തോട്ടത്തിലാണല്ലോ വന്നേ. അതെ. ഇതിന്റെ മുകളിലേക്ക് വീടുകളുണ്ടോ? ഇതിന്റെ പോലെ ഇപ്പം അങ്ങോട്ട് ഷീറ്റിലേക്ക് പോയില്ലേ, അവര് വീട് അപ്പുറത്തെ മറവിലുണ്ട്. ഇതിപ്പോൾ ആന ചേട്ടൻ്റെ വീട്ടിൻ്റെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിയാട്ടോ. ഞാനത് ഈ ഭാഗത്താണ് വന്നിട്ട് ഈ ഭാഗത്തൂടെ ആന വന്നത്. ആനച്ചോട്ടുണ്ട് ഇവിടെ അല്ല നിന്നേ, ഇവിടെ നിന്നേ അവിടെ നിന്നത് പേരയുടെ അവിടെ. അതെ അതെ, ഇതാ ഇതിലെ ഇറങ്ങി വന്നത്. അവിടെയാണ് ചേട്ടൻ നിന്ന് കേട്ടോ. ഇത്ര അടുത്ത് വന്നു. അതിലെ പോയതും ഇതാ ഉണ്ടാ ഇതൊരു വന്നൊക്കെ ഇതാണ് ചവിട്ടാ. ഉണ്ടാ ഇതാ ഇതിലെ തന്നെ കയറി പോയേ. ഇതാണ് ആനന്റെ വഴി. എങ്ങനെ ഇറങ്ങി വന്നത് ഇതിൽ തന്നെ കല്ലക്കളയുണ്ട്. അതെ, ഇതാ ഇതിലേ കയറി അങ്ങോട്ട് പോണാ. ഒന്ന് പോവാം. പകൽ സമയത്തും ഇങ്ങനെ വരാറുണ്ടോ? പകൽ അങ്ങനെ ഇങ്ങോട്ട് വരുമില്ല, ആ കാട്ടിലെ കൂടെ പോക്കുണ്ട്. ഇതൊക്കെ ചവിട്ടുപാടുക കാൽപ്പാടാണ്. എന്നിട്ട് ഈ വീടിൻ്റെ മുറ്റത്തോടെ കയറിയാ? ഈ വീടിൻ്റെ മുറ്റത്തെ കൂടെ. ഓ എന്താ ഇത് ഒരു പ്രാവശ്യം ഒന്നല്ല, പല പ്രാവശ്യം ഇതിലെ വന്ന്. ഇതിലെ കയറി ഇതിലെ പിന്നെ റോഡാ. ഞാൻ ഈ സാധനങ്ങൾ ഇറങ്ങുന്ന റോഡാ. അവിടെ അവിടെ ഒരു വീടുണ്ട്, അതിൻ്റെ അപ്പുറം ഒരു വീടുണ്ട്. പിന്നെ മറവിലെ റോഡുണ്ട്, താമസക്കാരില്ല പക്ഷെ വീടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ പുറകിട്ട് താമസക്കാരില്ലെന്ന് പറഞ്ഞാൽ ഇതിന് വീടുണ്ട് പക്ഷെ താമസക്കാരില്ല, വന്നില്ല. എല്ലാവരും ഒഴിവായി പോയി. ഇതാ ഈ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന ടാപ്പി എടുക്കുന്ന റബ്ബറാ. ഈ ഒരു 3-4 മാസം മുമ്പ് വന്ന് കുത്തി പൊളിച്ച് പൊളിച്ചതാ അത്. തൊലി ഇപ്പം അത് വെട്ടാൻ പറ്റില്ലല്ലോ. 1 മീറ്ററോളം പോയില്ലേ, നല്ല പാല് കിട്ടുന്ന വരാ. തൊലി കംപ്ലീറ്റ് കളഞ്ഞല്ലേ? തൊലി കംപ്ലീറ്റ് കളഞ്ഞ്. റബ്ബറിൻ്റെ തൊലി കംപ്ലീറ്റ് പോയതാട്ടോ. മൊത്തം തിന്നല്ലേ?
മൊത്തത്തിൽ നിന്ന് റബ്ബറിൻ്റെതായ ഗുണം മൊത്തം പോയി വേണ്ട. അന്ന് തിരിച്ചു പോകുമ്പോൾ ആന പിന്നെ റബ്ബറിൻ്റെ കമ്പ് താഴ്ന്ന കമ്പിൻ്റെ ഇല ഇതിൻ്റെണ്ടാ അതാ എവിടെയാ ഇതാ ഈ കാണുന്നത് ഇത് വലിച്ചു ആന വലിച്ച് പിന്നെ തിന്നത് ഓടിച്ചാലേ ഒടിച്ചതിൻ്റെ ഇല തിന്നിട്ടാണല്ലേ റബ്ബറിൻ്റെ ഇല റബ്ബറിൻ്റെ ഇല ഈ റബ്ബറിൻ്റെ ഇല തിന്നാൽ ഇതിനൊന്നും പറ്റൂല ഒന്നും പറ്റില്ല. ഇത് ഇടലിലെ റബ്ബറെല്ലാം ചത്തും പോകും. ഇടലിലെ റബ്ബറെല്ലാം പിന്നെ ഇങ്ങനെ അടിച്ച് തകർത്ത് ഇടലുണ്ടായിരുന്നു നല്ല അടിച്ച് തകർത്ത് ഇങ്ങനെ തിന്നിട്ട് പോയതാ അല്ലേ. ഒരു പക്ഷേ ഈ പകലൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടാവൂലേ? പകലുണ്ടാവാൻ സാധ്യത പിന്നെ തള്ളിക്കളഞ്ഞൂടെ അവർക്ക്. പക്ഷേ പിന്നെ അങ്ങനെ പട്ടപ്പകൽ നമ്മൾ ഇങ്ങോട്ട് അങ്ങനെ വരും കുറവാണ്, അപ്പുറത്ത് വലിയ ആൾക്കാരുള്ളതുകൊണ്ട് അങ്ങനെ വരുമില്ല. ഒരു സന്ധ്യ കഴിഞ്ഞ ഒരു 6 മണിക്ക് ശേഷം ഏത് സമയത്തും ഏടി ആന പ്രതീക്ഷിക്കാം. പുറത്ത് എവിടെ ഒരു കാര്യത്തിന് ഒന്നിനും പറ്റില്ല. അതിന് ഞാൻ പറഞ്ഞില്ല, ഒരു ഫാമിൽ ഒരു 15,000 മരം റബ്ബർ വാട്ടെടുത്താണ് കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് മറ്റേ റബ്ബർ വെട്ടാൻ വേണ്ടി ഫാമിൻ്റെ മരം. അപ്പോൾ ഒരു കുറച്ച് പണിക്കാരുണ്ടായിരുന്നു. എടുത്തുന്നല്ലാതെ ആർക്ക് പണിക്ക് വരാൻ പറ്റാത്ത അവസ്ഥ. ഒന്നാമത് രാവിലെ പണിയെടുക്കണ്ടേ, നമ്മൾ സാധാരണ നാട്ടുമ്പുറത്ത് അങ്ങനെയാണല്ലോ, 2 മണിക്ക് വല്ലതും അല്ലേ റബ്ബർ വെട്ടാൻ. ഇത് 7 മണിക്ക് പോലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി 7 മണിക്ക് സമയത്തെല്ലാം റോഡിൽ ആന ഉണ്ടാവും, അല്ലെങ്കിൽ തോട്ടത്തിൽ ആന ഉണ്ടാവും. ഇപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പോൾ കുറേ ആനനെ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞില്ല, കുറേ ആനനെ ഓടിച്ച് ആന ഓടിക്കുന്ന പറഞ്ഞാൽ നമ്മൾ മതിൽ പണി തീർന്നില്ലല്ലോ. അപ്പോൾ ആനനെ ഇങ്ങനെ ഓടിക്കും. അതുമാത്രമല്ല, ഓടിക്കുക പറഞ്ഞാൽ ഒരു 10-25 ആന നിലവിൽ ഫാമിൻ്റെ പിന്നെ കൃഷി ഫാമിൻ്റെ മേഖലയിലുണ്ട്. ഫാമിൻ്റെ മേഖല വീതിച്ചു കുഴപ്പമില്ല, ദിവസം മേഖല അല്ലാതെ അവരെ സംരക്ഷിക്കാന്നുള്ള രീതിയിൽ പുതിയ MD വന്നിട്ട് എന്ത് ചെയ്ത് അഡ്മിനെ അവരെ പിന്നെ കൃഷി സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ സോളാർ ഇട്ട് ഫുള്ള് സോളാർ വേലിയിട്ട്. ഈ സോളാർ വേലി ഇട്ടതിന് ശേഷമാണ് നമുക്ക് ഈ ആനയുടെ ശല്യം കൂടിയത്. അങ്ങോട്ട് കയറുന്നവരെ മൊത്തം ഇങ്ങോട്ട് വന്നു ജനവാസ മേഖലയായി. നിങ്ങൾക്കാണെങ്കിൽ ഇതൊന്നും ഒന്നുമില്ല, നമുക്കതിൻ്റെ ഒരു ഗുണമില്ല. അത് നമ്മൾ അന്ന് സമര രീതിയിലും അല്ലാതെ പത്രമാധ്യമങ്ങളിലും കൂടെ ശക്തമായി പ്രതിഷേധിച്ചതാണ്. അതൊന്നും അത്ര അയാൾ വകവെച്ചില്ല പുതിയ അഡ്മിനി. അപ്പോൾ ഇപ്പം നിലവിൽ പിന്നെ ആന അതിനകത്തുണ്ട്. അപ്പോൾ ഈ പുറത്ത് തന്നെ നമ്മളെ ഈ മേഖലയിലുണ്ട്. ആനയൊന്നും മതിൽ കയറി അപ്പുറം പോയില്ല. ഇപ്പോൾ പിന്നെ നമ്മളെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ ഏത് നിമിഷം 24 മണിക്കൂർ ഇവർ വർക്കാണ്. RRT ഗ്രൂപ്പ് 24 മണിക്കൂർ വർക്കാണ്. അപ്പോൾ രാവിലെ 5 മണിക്ക് 6 മണിക്ക് 7 മണിക്കെല്ലാം ഈ ആനമതിൽ അപ്പുറത്ത് ആനമതിലുണ്ടല്ലോ പണി തീരാത്ത, അതിൻ്റെ സൈഡിൽ ആനയുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പ് നോക്കിയാൽ അറിയാം ആന ഏത് ഭാഗത്തുണ്ട് എന്നുള്ളത്. അതിനകത്തുണ്ടാവും. എന്തെങ്കിലും ജനവാസ മേഖലയിൽ കയറി വരുന്നുണ്ടാവും, അതിന് മതിലിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി. മതിൽ പണി പൂർത്തിയായില്ലല്ലോ, അതിന് വളരെ സാവകാശ പണി തീരുന്നു. ആൾക്കാർ വിവരം കറക്റ്റല്ലേ അതിനകത്ത് ഗ്രൂപ്പിലുള്ള ഗ്രൂപ്പിലുള്ള കറക്റ്റ്. അതനുസരിച്ച് പിന്നെ ആദ്യം ഇവരെങ്ങനെ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിടൂല, പുറത്ത് വിടില്ലായിരുന്നു. പക്ഷേ അത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതിനകത്ത് അറിയിക്കുന്നുണ്ട്. DF അടക്കം എല്ലാ ഗ്രൂപ്പ് ഉണ്ട് ആണല്ലോ. ജനങ്ങളും അതിൽ പൊതുജനങ്ങളുണ്ട്, പ്രൊമോട്ടർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റില്ല, പിന്നെ ഒളിച്ചു വെക്കാനും പറ്റില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ അറിയും. ഇപ്പോൾ ഞാനിപ്പോൾ ചില ദിവസം രാത്രിയെല്ലാം ഇന്ന് മിഞ്ഞാന്ന് ഞാൻ വരുമ്പോൾ രാത്രി നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ എന്നിട്ട് ആരും വിളിച്ചാൽ കിട്ടുന്നില്ല. കീഴ്പള്ളി വരാൻ പറ്റില്ല, പാലപ്പുഴ വഴിയും വരാൻ പറ്റില്ല അല്ലേ. എന്നിട്ട് എടൂര് വന്ന് ആറളം പഞ്ചായത്തിൻ്റെ അതിലേ വന്ന് കണിച്ചാർ വഴിയാണ് വളയഞ്ചാല് വഴിയാണ് ഞാനും വരും വന്നത്. കഴിഞ്ഞ എത്ര കിലോ 40-45 കിലോമീറ്റർ ഇറങ്ങി വള്ളിത്തോട് നേരെ വള്ളിത്തോടൊക്കെ ഇറങ്ങി. അപ്പോൾ ജീവിതം വിഷമം തന്നെയാണ് ഇവിടെ എന്തായാലും. ഇപ്പം ഇന്നിപ്പോൾ ഒരു പിന്നെ കുട്ടി വന്നിട്ട് നമ്മളെ ജീവിത നിലവാരം അത്രത്തോളം എത്തി ഫാമിലെന്ന് അറിയാൻ വേണ്ടി വന്ന് എന്ത് നിലവാരം പറയണ്ടേ, ഒന്നും പറയില്ല. നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ജീവിത നിലവാരം 1 മുതൽ 10 വരെ മാർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ എത്ര മാർക്ക് കൊടുക്കും? 1 മാർക്ക് കൊടുക്കാൻ പറ്റും, കൂടി പോയാൽ നിർബന്ധമെങ്കിലും 1 മാർക്ക് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈ തൊഴിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഈ പണി വന്നിട്ട് ആശുപത്രി എനിക്ക് അത്ര നഷ്ടം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉപകാരമില്ലല്ലേ? ഒരു ഉപകാരമില്ല. ഇതിപ്പോൾ പിന്നെ ഞാൻ ഞാനിത് പണിയെടുക്കാത്തതുകൊണ്ടല്ല, ഞാനിപ്പോൾ ഇത്രയും മരം വെച്ചല്ലോ. അത് ഉറക്കൊഴിഞ്ഞ ലാസ്റ്റ് എനിക്ക് ഷുഗറെല്ലാം കുറഞ്ഞു പോയിരുന്നു കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ്. റബ്ബർ വെച്ചിട്ട് ഉറക്കൊഴിഞ്ഞിട്ട് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം ബോംബ് പൊട്ടി, മൃഗത്തിന് ഓടിച്ചേരം ബോംബ് പൊട്ടിച്ചേരം. ലാസ്റ്റ് പേരാൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരുന്നു വന്ന്. ഒരാൾ പറഞ്ഞു, എടോ ഇങ്ങനെ ഉറക്കൊഴിഞ്ഞാൽ പെട്ടെന്ന് ആയുസ് തീർന്നു പോകും, റബ്ബറൊന്നും പെട്ട ആളുണ്ടാവില്ല പറഞ്ഞു. ആ ഒരു അവസ്ഥയായി പീടാന്ന്. പിന്നെ ആ ചേട്ടനിങ്ങനെ പിന്നെ പത്രത്തിൽ പറയും എന്തിനാണ് കഷ്ടപ്പെടുന്നത് പറയും നാട്ടിൽ നിന്ന്. അപ്പോൾ നമ്മളെക്കാളും പിന്നെ വേവലാതി അവർക്കാണ്, നാട്ടിലവർക്കാണ്. അത് പിന്നെ ഞാൻ പിന്നെ ഇത് ഈ പറഞ്ഞ 3500 എൻ്റെ ഒരു മാത്രം ഒരു അവസ്ഥ. ഇതുപോലെ എത്ര കിടക്കുന്നു, എല്ലാവർക്കും പരാതിയേ ഉള്ളൂ. 3500 കുടുംബത്തിൽ ഇനിയിപ്പോൾ എത്ര കുടുംബം ഇവിടെ ബാക്കി ഉണ്ടാവും? ബാക്കി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ബ്ലോക്കിൽ തന്നെ 500 ചില്ലറ കുടുംബമുണ്ട്, 500-600 കുടുംബമുണ്ട്. അതുപോലെ 3-4 ബ്ലോക്ക് ഉണ്ടല്ലോ. പിന്നെ അപ്പോൾ ചില മേഖല ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ധൈര്യം കൊണ്ട് മാത്രം നമ്മളിവിടെ പിടിച്ചേക്കുന്നത്. അല്ലാത്തവർ വല്ല അറ്റാക്കെല്ലാം വന്ന് ചത്തുപോകും.
അതെ സത്യം. രാത്രിക്ക് ഇപ്പൊ കണ്ടല്ലോ അവസ്ഥ കണ്ടല്ലോ. ഈ മേഖല ആരും ഇല്ലല്ലോ. ഇതിന്റെ ചുറ്റോടും ഈ ചുറ്റൊക്കെ ചേട്ടന് വേറെ ആൾക്കാരൊക്കെ താഴെയൊക്കെ വീടുകളില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്, അതെല്ലാം കൂടെ ഉണ്ട്. ഇത് കവുങ്ങ് ചവിട്ടി തരാം, ഇത് കാണാം. ഇതാ അതെല്ലാം ആന ചവിട്ടി കളഞ്ഞതാ. നമ്മൾ എന്ത് കൃഷി ചെയ്യും? അത് കശുമാവും ചവിട്ടി, ആ ഒരു കൊടിയിട്ട മുരുക്കി ചവിട്ടി, ആ കവുങ്ങ് കാണുന്നില്ലേ, ആ നാടൻ കവുങ്ങ്. ഇതെല്ലാം ഫുള്ള് റബ്ബർ വെച്ചതാ, ഫുള്ള് കൊടിയിട്ടതാന്ന്. ആദ്യം ഒരു 4ാമത്തെ വർഷം ഞങ്ങൾ വന്നിട്ട് പട്ടം കിട്ടി 4ാമത്തെ വർഷം എനിക്ക് ഞാൻ 60 കിലോ മുളക് പറിച്ചു അതിനകത്തുനിന്ന്. അതിന് ശേഷമാണ് ഈ ആനശല്യം കൂടിയത്. ഈ ആനമതിലും ഒരു വലിയ വിഷയം തന്നെയല്ലേ, ആനമതിലിന്റെ പണിയൊന്നും തീരാത്തതുകൊണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം പിന്നെ ഇപ്പം നിലവിൽ ഈ പട്ടിക ഫണ്ട് ഒരു 6 ലക്ഷം പിന്നെ ഉപയോഗിച്ച് ഇപ്പം നിലവിൽ പിന്നെ ആന, അത് കഴിഞ്ഞ സമരത്തിൻ്റെ ഭാഗമാണ്, 2 ആളെ കൊന്നല്ലോ. അതിനുശേഷം സമരം ചെയ്തിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ആന തങ്ങുന്ന കാട് വെട്ടി തെളിക്കണം എന്നുള്ളൊരു നിർദ്ദേശം വന്നു. അങ്ങനെ MLA അടക്കമില്ല മീറ്റിങ്ങിൽ ചർച്ച വന്നുകൊണ്ട് ഇപ്പോൾ 6 ലക്ഷം അനുവദിച്ചു. അത് ഞങ്ങൾ പ്രധാനപ്പെട്ട ആന നിൽക്കുന്ന ഏകദേശം ലൊക്കേഷനിലും ബൈക്കിൽ നിൽക്കുക. ഇനിയിപ്പോൾ വിഷു കഴിഞ്ഞിട്ടാകുമ്പോൾ രണ്ടാമത് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് എന്താ, വനംവകുപ്പുകാർക്ക് ആന വന്ന് തങ്ങിയാൽ അല്ലെങ്കിൽ തങ്ങുന്നത് കാണാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് മുമ്പോട്ട് വരാൻ പറ്റില്ല. അവരും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പിന്നെ ഇതാ ഞാൻ പണ്ട് താമസം ഞാൻ വന്ന സമയത്ത് താമസം ഷെഡ് വെച്ചിട്ട് ആടെ താമസിച്ചത്. അന്നേരം ഈ മേഖലയിൽ ആരുമില്ല, ഒരു കുട്ടിയില്ല. പക്ഷെ അന്ന് പിന്നെ കക്കരിക്ക, പച്ചമുളക്, പിന്നെ പയർ. 20 വർഷം മുന്നേ ചേട്ടൻ ഇവിടെ വന്നപ്പോൾ ഇത് എങ്ങനെയായിരുന്നു? ഇത് ഫോറസ്റ്റ് വല്ലതായിരുന്നു? അല്ലല്ലോ, അങ്ങനെയല്ല. അന്ന് ഈ ഫാമിന്റെ കയ്യിലാണല്ലോ, ഫാമിന്റെ കയ്യിലാണല്ലോ. അപ്പൊ ഇത് അത്ര കാടില്ല, എല്ലാം നല്ല പിന്നെ കൃഷി. ഇതെല്ലാം കശുമാവ് തോട്ടായിരുന്നു എൻ്റെ കൃഷി. പക്ഷെ കശുവണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുറിച്ച് റബ്ബർ വെച്ച്. അന്നേരം ഈ പറഞ്ഞ എല്ലാ കൃഷിയും ചെയ്തു ഇതിനകത്ത്. ഒരു വാഴ വെച്ചാൽ ഞാനിപ്പോൾ ഫുള്ളായി ഞാലിപ്പം കൊണ്ടുവച്ചതാ. ഇതിപ്പോൾ ഒരു 4-5 വർഷം കൊണ്ടാന്ന് എല്ലാം തകർത്ത്. പിന്നെ പേടിയായി. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ചക്ക എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ വിഷമില്ലാത്ത സാധനം. ആ സമയത്തൊക്കെ എങ്ങനെയാ ആന ഇങ്ങോട്ട് കയറാതിരിക്കാനുള്ള മാർഗ്ഗം അവർ നോക്കുന്നുണ്ടാവും അല്ലേ? ഫാമിൻ്റെ അവരിങ്ങനെ റബ്ബർ ബുള്ളറ്റ് വെച്ചിട്ട് അവരെന്നെ ഇപ്പം പറയുന്നുണ്ടല്ലോ, റബ്ബർ ബുള്ളറ്റ് വെച്ചാൽ ആന ഒരു വെടി വെച്ചാൽ പിന്നെ ആന തിരിച്ചാൽ വരില്ല, പിന്നെ വേറെ ആരായിരിക്കും വരിക. പിന്നെ ഇതെല്ലാം പറയുമ്പോൾ തന്നെ നമ്മൾ പിന്നെ ഇത്രയും കൂടാൻ കാരണം ഒരു കൈത കൃഷി ഉണ്ടായില്ല, പൈനാപ്പിൾ കൃഷി ഉണ്ടായില്ലല്ലോ ഒരു 3 വർഷം. ഫാം ടെൻഡർ കൊടുത്തല്ലോ, അതോടുകൂടി ആനൻ്റെ ഇങ്ങനെ കുത്തൊഴുക്കുണ്ടായി. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ആനമതിൽ ഏത് വർഷമാണ്? അത് നമ്മളിവിടെ വന്നിട്ട് ഒരു 4-5 വർഷത്തിന് ശേഷം തോന്നുന്നു. 94 26 ഒരു 10-15 വർഷമായി. അന്നേരം നമ്മളിവിടെ ഉണ്ട്. ആന മുതൽ പണിയെടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ട്. ആന മുതൽ പണിയെടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ട്. ഈ ആന മുതൽ പണിയെടുക്കുന്നതിന് മുമ്പ് ഈ ഇത്ര ആനശല്യം ഉണ്ടായില്ല. അന്നേരം ഇവർ വനമ്പ് പിന്നെ സോളാർ മാത്രമായിട്ട് നമ്മളെ വളഞ്ചാൽ വഴി മൊത്തം സോളാർ ഈ മതിലും പണിയെടുത്ത് മതിലെല്ലാം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഒരു 2 ഇടി അടിച്ചാലും അന്ന് ജനകീയ കമ്മിറ്റി ഒന്നും ഇല്ലല്ലോ, അവർക്ക് തോന്നിയ പോലെ ഒന്ന് പണിയെടുത്ത് പോയ അവസ്ഥയല്ലേ. അപ്പോൾ ഈ മതിലും അതുപോലെ തന്നെ ഈ മതിലും വളരെ മെല്ലെ. കഴിഞ്ഞ ദിവസം ഞാനവിടെ പോയി, ഞങ്ങൾ ബൈക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഇവർ ഇതിനകത്ത് കല്ലിൽ ചാന്ത് ഇടുന്നില്ല. കല്ലെടുത്ത് വെക്കുമ്പോൾ നല്ല പിന്നെ 5-1 കൂട്ടേണ്ടത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു മണൽ പോലെ ഉണ്ട് ഈ കൂട്ടിയ സിമെന്റ് കൂട്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇത് എങ്ങനെ എന്താണ്? അല്ല പിന്നെ സാറ് പറഞ്ഞായിരുന്നു 5-1 കൂട്ടണം. ആദ്യം നമ്മൾ 8-1 കൂട്ടിയത്, അപ്പോൾ ഇത് 5-1 കൂട്ടിയതെന്ന്. അപ്പോൾ എനിക്ക് സംശയം. ഞാൻ അതിൻ്റെ പിന്നെ ഒരു പിന്നെ അതിന് തൊട്ട് മാസങ്ങൾക്ക് മുമ്പിൽ അതും ഭിത്തി ചരണ്ടി നോക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു വരുന്നില്ല. ഇവർ അടുത്ത ദിവസം പണിയെടുത്ത് നോക്കുമ്പോൾ മൊത്തം പൊടിഞ്ഞു വരുന്നുണ്ട്, ഈ മണലും സിമെൻറ്റെല്ലാം കൂടെ. ഇത് അതായത് ഇങ്ങനെ ഈ കള്ളപ്പണി പണിതുകൊണ്ടാണ് പഴയ മഴത്തിൽ ഇങ്ങനെ പോയത്. അതന്നെ. അപ്പോൾ ഞാനിത് കണ്ടുകൊണ്ട് ഇത് പറഞ്ഞ് ഞാൻ കുറച്ച് മുമ്പോട്ട് നടന്ന് തിരിച്ചൊരു 10 മിനിറ്റ് ശേഷം ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു പിന്നെ സുഹൃത്താട് വെക്കുന്നുണ്ട്. അല്ല ഇതാരാ ഇങ്ങനെ പണിയെടുത്തത്, ഇതെന്താ ഇങ്ങനെയാണ് പണിയെടുക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞിട്ട് എന്നോട്. ഞാൻ പറഞ്ഞു, ആരോടെ നിങ്ങൾ പറയുന്നത്? അല്ല നിങ്ങൾ ഈ പണിക്കാരനല്ലേന്ന് ചോദിച്ചതിനോട്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ വായിക്കാൻ വേണ്ടി വന്ന ആനക്കാട്ടിൽ വായിക്കാൻ വേണ്ടി വന്ന. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? ഞാനിൻ്റെ സൈറ്റ് എഞ്ചിനീയറാണ്. പുള്ളിക്ക് പണിക്കാരെ പോലും അറിയില്ല. ഞാൻ പറഞ്ഞു, ഇത് എന്ത് പണി? ഇതെല്ലാം ഈ പറഞ്ഞ കല്ല് വെറുതെ ചെറിയ ചികിള് കല്ല് സാധാരണ വലിയ കല്ലെടുത്ത് വെക്കണ്ടേ, 20 കെട്ടാന്ന്. അപ്പോൾ ഈ ഇതിനകത്ത് ചാന്ത് ഉള്ളിൽ നടക്കണ്ടേ, ഇതൊന്നും നടക്കുന്നില്ല അവർ. അതിന് ആകെ ഒരു ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് അന്നേരം ചങ്ങായി പറഞ്ഞു, വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ പണിക്കാരോട് പറയട്ടെ. മുമ്പ് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയി, തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ എഞ്ചിനീയർക്ക് ആടെയുണ്ട് ബ്ലോക്കിൽ നിന്ന്. അല്ല ഞാൻ പറഞ്ഞു, വേണ്ട ഇങ്ങനെ ഇത് അവസ്ഥ. പണ്ട് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ആരോ ഒരു നോട്ടം ഇല്ലാത്ത ദിവസം പണിയെടുത്ത പോലാന്ന് ആ പഴയ മതിൽ പൊളിക്കേണ്ട വന്നത്. അതിന് ശേഷം അതും കൂടെ ഞാൻ പറഞ്ഞു, ഊരാളുങ്കലിൻ്റെ അന്ന് അപ്പുറം പണിയെടുത്തത് ഊരാളുങ്കലിൻ്റെ സൂപ്പർ പണിയാണ്. അവരെ സൂപ്പർ പണിയാണ്. അവരെ ഒഴിവ് ആക്കിയിട്ടാണ് ഇപ്പോൾ PWDക്ക് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. സർക്കാർ തന്നെ ഏറ്റെടുത്തിട്ടുള്ളത്. അവർ സബ് കൊടുത്ത് കാസർഗോഡിലെ ഒരു ആൾക്കാർ കൊടുത്തെന്ന് പറഞ്ഞു. ഇത് ഈ ഇപ്പം പറയുന്ന 52 കോടിൻ്റെ
ഞാൻ പറഞ്ഞ അത് നമ്മൾ അന്നേരം ഞാനിവിടെ ഉണ്ട്, ഇപ്പോഴും നമ്മളിവിടെ ഉണ്ട്. പക്ഷെ ഇതത്ര നല്ല പണിയല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ അത് വേണ്ട നിർദ്ദേശം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ ആളില്ലെങ്കിൽ അവർ അതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു 5-1 എന്നെല്ലാം പറയും, നമുക്ക് ഏകദേശം കാണുമ്പോൾ അറിയാമല്ലോ. പ്രത്യേകിച്ച് സിമെൻറ്റ് പൊടിയാകുമ്പോൾ കുറച്ചുകൂടി നല്ല കട്ടി കാണിക്കും കുറച്ച് കിട്ടാൻ തന്നെ. അതുപോലും കാണിക്കുന്നില്ല. അപ്പോൾ അതിൽ പണീൻ്റെ അപാകതയല്ലേ. ആദ്യത്തെ കെട്ടിടം തുടങ്ങും നബാർഡിൻ്റെ ഈ ഫണ്ട് 60 കോടി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പാസ്സാക്കിയതാണ്. ആ ഫണ്ട് വിനിയോഗിക്കുന്നത് ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുക. ഈ ഒരു 3-4 മാസം മുമ്പ് അത് തീർന്ന് ഫയലിൽ അവർ തീർത്ത് പോയി. നബാർഡിൻ്റെ ഫുൾ തീർത്ത് പോയി. ഓരോ ബിൽഡിങ്ങിൻ്റെയും താക്കോല് സർക്കാരിനെ ഏൽപ്പിച്ച്, ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ച് ഓരോ ബിൽഡിംഗ് ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്, ഒരുപാട്. അതിൽ ഫസ്റ്റ് തുടങ്ങിയത് MRSൻ്റെ 18 കോടി 9 ലക്ഷം 990 തുടങ്ങിയില്ല, 19 കോടി റുപ്യ അതിന് ചില അതിന് അവിടെ മതിലിന് എഴുതിയിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ ആ തുടങ്ങുന്ന സമയത്ത് കെട്ടിടം പണിക്കുമ്പോഴല്ല, മതിൽ കെട്ടുന്ന സമയത്ത് ഞാൻ വഴി പോകുമ്പോൾ, ഞാൻ സുഹൃത്ത് പോകുമ്പോൾ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ ആൾ ഓടി വന്ന് ഞങ്ങൾക്ക് 5 വർഷം അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്, അത് ഞങ്ങൾ ചെയ്യും, അത് നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അഭിപ്രായം പറഞ്ഞേ, ഈ മതിൽ കിട്ടുന്ന കല്ല് വളരെ മോശം കല്ലാണ്, ഒരു ചുവന്ന റോസാപ്പൂ പോലത്തെ കല്ലായിരുന്നു, ചെങ്കല്ല്. അപ്പോൾ അത് കെട്ടിയാൽ മതിൽ തകർന്നു പോകില്ലേ, ഇത് എന്ത് പണിയാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ട് 5 വർഷം എന്ന് പറഞ്ഞു. അതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയി, പിന്നെ വാക്കൊന്നുമില്ല. അന്ന് തന്നെ അപ്പോൾ മീർ മുഹമ്മദ് കളക്ടർ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ നല്ലത് അന്ന് ഞാനൊരു പ്രധാനമന്ത്രിൻ്റെ ഒരു 10-600 ബാത്റൂമിൻ്റെ നിർമ്മാണം ഉണ്ടായി, സൗജന്യ 15,000-ൻ്റെ. അതൊരു 9 ബ്ലോക്കിന് ഫുള്ളായിട്ട് ഞാനെടുത്തത്, ടെൻഡർ പിടിച്ചത്. അപ്പോൾ അന്ന് അയാൾ നല്ല ബന്ധാ, ഒരു 6-7 മണിക്കെല്ലാം കളക്ടർ വിളിക്കും, എന്തായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ മതിൽ പണിയെടുത്തിട്ട് വളരെ മോശം മതിൽ കല്ലുകൊണ്ട് അവർ പണിയെടുക്കുന്നത് പറഞ്ഞിട്ട് ഒരു 3 വർഷം കഴിയുമ്പോൾ മതിൽ പൊളിഞ്ഞു. ഇതുപോലെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, മതിൽ പൊളിഞ്ഞ് അതിൻ്റെ ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെയുള്ളത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കുമെന്ന് പറഞ്ഞു. അത് അയച്ചു കൊടുത്ത് ഒരു 1-2 മാസം ഫെബ്രുവരി ഉണ്ടായില്ല. പിന്നെ സ്ഥലം മാറിപ്പോയി. പിന്നെ പകരം വേറെ കളക്ടർ വന്നല്ലോ. അതിന് ശേഷം അത് അവർ വേറെ കെട്ടിയെല്ലാം റെഡിയാക്കി. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതിൽ പോകുമ്പോൾ 2 സ്ഥലത്ത് പൊളിഞ്ഞ് കിടക്കുക. ഞാൻ കുറേ ഫോണെല്ലാം എടുത്ത് വെച്ച്, പിന്നെ ആരുടെ പറയേണ്ടത്, പത്രക്കാരൊന്നും ഇപ്പം തുറന്നെടുത്തിട്ടില്ല. കെട്ടിടം തുറന്ന് മതിലും കഴിഞ്ഞ് അതിന് ശേഷം കെട്ടിടം ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് വാച്ചർമാർ എല്ലാം നിയമിച്ച്, അവിടെ ഭക്ഷണം വെക്കാൻ ആളുണ്ട്, പിന്നെ സെക്യൂരിറ്റി ഉണ്ട്, എല്ലാം ഒരു തരം ഒരു പ്രത്യേക തരത്തിൽ നിയമനം കാര്യങ്ങൾ നടത്തുന്നു. ഇവിടെ പൊതുജനങ്ങൾ അറിയുന്നൊന്നുമില്ല ഇതൊന്നും. നമ്മുടെ നാട്ടിൻ പുറത്തെങ്കിലും എന്തെങ്കിലും ഒരു പത്രമാധ്യമങ്ങളാണ് നമ്മളറിയല്ലോ, അതൊന്നുമില്ല. അങ്ങനെ ഈ മതിൽ പൊളിഞ്ഞത് ഞാൻ ഫോട്ടോ എടുത്ത് അവിടെ വെച്ച് നമ്മളെ ആൾക്കാർ പറഞ്ഞ് ഇത് അയച്ചു കൊടുക്കേണ്ട ആർക്കാ, പത്രക്കാരോട് ഞാൻ സാധാരണ ഞാൻ വിളിച്ച് പറഞ്ഞാൽ ഇങ്ങനെ മതിൽ ആരുടെ എന്താ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമില്ല. ഇപ്പോൾ പത്രക്കാർ അങ്ങനെ ഒരു നമ്മളെ പണ്ടത്തെ പോലെ ഒരു ആഴമായിട്ടുള്ളൊരു അന്വേഷണമൊന്നും ഇല്ല, ഉണ്ടെങ്കിലും സംഭവിക്കില്ലല്ലോ. അതിപ്പോൾ ഇതിപ്പോൾ ഈ കാണുന്ന ഈ വലിയ കാടിനേക്കാളും ചുറ്റും അതിൻ്റെ ഇടയ്ക്ക് വലിയ കാട് കയറി ഞങ്ങൾ തെളിക്കുന്ന കാട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആന ഈ മതിൽ പൊളിച്ചതിൽ കൂടെ കയറി ഈ MRS ഗോശലിൻ്റെ അകത്തായിരിക്കും ആന. ഇനിയിപ്പോൾ ഈ പുതിയതായിട്ട് പണിയുന്ന ഈ മതിലുണ്ടല്ലോ, ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന മതിൽ, ആ മതിലിൽ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ നല്ല രീതിയിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ആന അങ്ങോട്ട് ഓടിക്കാനുള്ള ഒരു 5 കവാടം വെച്ചിട്ടുണ്ട്. ബ്ലോക്ക് 13-55 ഇപ്രഭാഗം 5 കവാടം. അതിന് ഗേറ്റിട്ട് ഓടിച്ച പിന്നെ ഇങ്ങോട്ട് വരില്ലല്ലോ, അത് വയലിൽ പെട്ടുപോയാലും ഓടിക്കാൻ വേണ്ടി. പക്ഷേ ഇതിന് മുമ്പില്ല മതിൽ അതൊന്നുമില്ല, ഫുൾ കെട്ടി ചൈന മതിൽ പോലെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആന ഇഷ്ടം പോലെ ചവിട്ടി പൊളിച്ചിങ്ങോട്ട് വരാം. അപ്പോൾ ഇനി പ്രത്യേകം ഞാനത് അവരോട് പറഞ്ഞത്, ഊരാളെങ്കിലും കെട്ടി ആ മതിലിന് പല പ്രാവശ്യം ആന വന്ന് തള്ളി നോക്കിയതാ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം അത്രയും നല്ല പണിയാണ്. പക്ഷേ അതാദ്യം എല്ലാം പട്ടികവർഗ ഫണ്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടാമത് അവർക്ക് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് സർക്കാർ. പക്ഷെ അവർ സർവേക്ക് മാത്രം 30 ലക്ഷം റുപ്യ ആവശ്യപ്പെട്ട്. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ പണി എന്തായാലും ഒരു പ്രതീക്ഷയുണ്ട്, അത് മാത്രം പോരാ. അതിൻ്റെ അപ്പുറം ഇതുണ്ട്, ഈ റെയിൽ ഫെൻസിങ്, അത് നല്ല സുരക്ഷിതമാണ്. അതിൽ ആന കയറുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനവിടെ പോയതാണ് അവർ പറഞ്ഞു. റെയിൽ ഫെൻസിങ് നല്ല സുരക്ഷിതമായി ഇതാണ് കണ്ടത്. അത് മാത്രം തൊട്ടടുത്ത് ഏകദേശം ഒരു 500ഓളം വാഴയും വെച്ചിട്ടുണ്ട് അവർ, നല്ല സൂപ്പർ കൊല. അപ്പോൾ അതേത് ബ്ലോക്കിലാണ്? ബ്ലോക്ക് 13 അങ്ങനത്തെ കീഴ്പള്ളി അങ്ങ് വിയറ്റ്നാമിൻ്റെ അടുത്ത് എത്തണം. അതൊരു നമ്മൾ തെളിക്കുന്ന സമയത്തായി വന്നാൽ നമുക്ക് പോയാലും കാണാം. ഇപ്പോൾ നമ്മൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് തന്നെയാണ് ഇവിടെയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും ഈ ഒരു ആനക്കഥ പറയാനുണ്ടാവും കേട്ടോ. അല്ല, അവർ ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട കഥയോ അല്ലെങ്കിൽ ആനയുടെ മുമ്പിൽ നിന്നുള്ള ആ ഒരു പേടിപ്പെടുത്തുന്ന പല ഓർമ്മകൾ മാത്രമേ ഇവർക്കൊക്കെ പങ്കുവെക്കാനുള്ളൂ. ഇവരൊക്കെ ഇവിടെ ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ 10-20 വർഷമൊക്കെ ആയിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥ ഇതാണ്. രാത്രി ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു
സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഏതായാലും വലിയ കഷ്ടം തന്നെയാണ് ഇപ്പോൾ. ഫെൻസിങ്ങിൻ്റെ കാര്യവും മറ്റു പല കാര്യങ്ങളും ആ ചേട്ടൻ ഇതിലൂടെ പ്രതിപാദിച്ചു പോയി. ഇപ്പോൾ ആനമതിൽ മാത്രമേ ഇപ്പോൾ ഇനിയിപ്പോൾ അവർക്കൊരു പ്രതീക്ഷയുള്ളൂ. അതെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് അഴിമതിയൊന്നും ഇല്ലാതെ പണിത് തീർക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് ബാക്കിയുള്ള ആളുകൾക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് ആ ചേട്ടൻ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം. അപ്പോൾ ഇതുപോലെ വലിയ ഒരു യുദ്ധം തന്നെയാണ് ഇവിടെയുള്ള ആളുകളുടെ ജീവിതം, ഇവിടെ പിടിച്ചു നിൽക്കുന്ന ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് ആറളം ഭാഗത്തെ 9ാം ബ്ലോക്കിൽ നിന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.